ചേട്ടാ, ഞാനൊരു വലിയ പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കുക. ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു ചേട്ടാ. ഈ നാടിന് വായ മാത്രമേ ഉള്ളൂ, ചെവി കേൾക്കാറില്ല. ഇവനൊന്നും വെറുതെ വിടരുത്. എന്റെ സ്വന്തം അമ്മയായി ഞാൻ കാണുന്ന ഈ അമ്മയുടെ തലയിൽ തൊട്ട് പറയുക, നാളെ ഞാൻ ഇറങ്ങുമ്പോ അമ്മയ്ക്ക് സമാധാനം കിട്ടിയിരിക്കും, ചേച്ചിക്കും സമാധാനം കിട്ടും. നാളെ എങ്ങനെ സമാധാനം കിട്ടുമെന്നാ ചേച്ചി, എങ്ങനെ സന്തോഷം കിട്ടുമെന്നാ? മാധുരി മോളെ, എന്തോ എവിടെയോ എനിക്കൊരു പ്രത്യാശ തോന്നുന്നു. പക്ഷെ എന്റെ ആശയൊക്കെ തീർന്നു ചേച്ചി. മോളെ, സർ, സന്തോഷേട്ടനായിട്ട് സംസാരിച്ചു. സന്തോഷേട്ടൻ നാളെ ഇവിടെ വരും, എന്നെ കൊണ്ടുപോകാൻ. ഞാൻ പോവാണ് സർ, സന്തോഷേട്ടന്റെ കൂടെ പോവാം. സാറ് വാദിക്കുന്നില്ലെങ്കിൽ വേണ്ട, സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റിനെ കൊണ്ട് വാദിപ്പിക്കാന്ന് സന്തോഷേട്ടൻ പറയാ. ഏതോ മുഖർജിയോ ചാറ്റർജിയോ അങ്ങനെ ഒരു വക്കീലിന്റെ പേര് പറയുന്ന കേട്ടു. ആ ദേ, കോടതിയിൽ ഒരിക്കൽ വാദിക്കാൻ വരണമെങ്കിൽ തന്നെ 50 ലക്ഷം മറ്റോ ഫീസ്. ഞാൻ പറഞ്ഞു സാറിന് എല്ലാം കൂടി തന്നെ 40 ലക്ഷമോ മറ്റേ ഉള്ളൂന്ന്. ആ പറഞ്ഞപ്പോ സന്തോഷേട്ടൻ സാറിനെ കൊച്ചാക്കി സംസാരിച്ചു. 2 കോടിയിൽ താഴെ ഫീസ് വാങ്ങുന്നവരെ കുറിച്ച് സന്തോഷേട്ടന് മതിപ്പില്ലാന്ന്. ആ ഞാൻ താഴെ ചെന്ന് അമ്മയെ കണ്ടിട്ടാ വരുന്നേ. അമ്മയോടും പറഞ്ഞു സന്തോഷേട്ടൻ വരുമെന്ന്. ആ സന്തോഷേട്ടന്റെ കൂടെ പോകുന്ന അമ്മയോട് പറഞ്ഞില്ല, അത് സാറ് മാത്രം അറിഞ്ഞാ മതി. അല്ല, അപ്പൊ കേസ് ബാധിക്കുന്നത് അച്ഛനെ പുറത്തിറക്കുന്നത്? സാറല്ലേ പറഞ്ഞത് സാറിന് ഈ കേസിൽ ആത്മാർത്ഥത കാണിക്കാൻ പറ്റില്ലാന്ന്. ഞാനത് സന്തോഷേട്ടനോട് പറഞ്ഞു. സന്തോഷേട്ടൻ പറഞ്ഞത് ആ എന്തായാലും 3 മാസത്തിനുള്ളിൽ അച്ഛനെ പുറത്തിറക്കുമെന്ന് സന്തോഷേട്ടൻ വാക്ക് തന്നു. അത് നല്ല കാര്യം, സന്തോഷമുള്ളൂ, നടക്കട്ടെ. ആ പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. എന്താ? ഞാൻ ചീപ്പ് വർത്താനം പറയുന്നു എന്ന് വിചാരിക്കരുത്. സന്തോഷേട്ടൻ പറഞ്ഞത് ഞാൻ സാറിനെ അറിയിക്കുന്നു, അത്രേ ഉള്ളൂ. എന്താന്ന്? സാറിപ്പോ എന്റെ അച്ഛന്റെ കേസിന് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്തല്ലോ, കുറെ മെനക്കെട്ടു, 1-2 ദിവസമെങ്കിലും വാദിച്ചു. അപ്പോ അതെല്ലാം കൂടി കൂട്ടി എന്തു പറയാൻ, നാടൻ ഭാഷയിൽ പറഞ്ഞ ഒരു മെനക്കേട് കൂലി. 50 ലക്ഷമോ 1 കോടിയോ തന്നേക്കാന്ന്. നാളെ തന്നെ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാമെന്ന്. സൗഭാഗ്യങ്ങൾ വന്ന് കയറിയപ്പോ ഇത്രയ്ക്ക് അങ്ങോട്ട് നിലകെട്ടി സംസാരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. 1 കോടിയല്ല 9 കോടിയാണെങ്കിലും എനിക്ക് വേണ്ട. അതെ, ഞാൻ അർജുന, സന്തോഷല്ല. എനിക്ക് എന്റേതായ ഒരു ഐഡന്റിറ്റി ഉണ്ട്. സത്യം സർ, സന്തോഷേട്ടനോട് ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെയായിരിക്കും സാറ് പറയാൻ പോകുന്നേന്ന്. സാറ് അഭിമാനിയാ, ആരുടെ മുമ്പിലും താഴ്ന്നു കൊടുക്കില്ലാന്ന്. അപ്പൊ സാർ അധികം സംസാരിച്ച് ഞാൻ സമയം കളയുന്നില്ല, നേരത്തെ ഉറങ്ങണം. സന്തോഷേട്ടൻ നാളെ 10 മണിക്ക് വരും. സാറിനോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ടെന്നാ പറഞ്ഞത്. അപ്പോ കരാർ ബ്രേക്ക് ആക്കുന്നത് അതിനെന്ത് ചെയ്യും? സന്തോഷേട്ടൻ പറഞ്ഞു സാർ എത്ര നഷ്ടപരിഹാരം ചോദിച്ചാലും തരാമെന്ന്. സന്തോഷം വരുന്ന കാര്യം പറഞ്ഞപ്പോ അമ്മ എന്ത് പറഞ്ഞു? പാവം അമ്മ,
അമ്മയ്ക്ക് എന്നോട് ദേഷ്യം കാണും. പക്ഷെ ദേഷ്യവും സങ്കടവും ഒക്കെ അടക്കി നിൽക്കുമായിരുന്നു. ആ, ഏത് മുഖർജി എന്നാ പറഞ്ഞേ? എന്ത്? അല്ല, മറ്റേ കേസ് വാദിക്കാൻ വരുന്ന ആ വക്കീലേ. ഓ, സാറിന്റെ മനസ്സ് അതിൽ തന്നെ കിടക്കുവാണോ? എന്താ സാർ, ആളാരാണെന്ന് അറിഞ്ഞിട്ട് പാര വെക്കാനോ മറ്റോ ആണോ? സാർ, സത്യത്തില് എനിക്കും പിടിയില്ല. സന്തോഷേട്ടന്റെ വലിയ അടുപ്പക്കാരനാന്നാ പറഞ്ഞേ. എന്തായാലും ഇവിടെ കോടതിയിൽ വരുമ്പോ കാണാലോ. ആ, പ്രധാന കാര്യം പറഞ്ഞില്ല. ആ, എന്റെ സന്തോഷേട്ടൻ എന്നെ കുറിച്ച് എഴുതിയ കവിത കേൾക്കണം സാർ. പൂജ, നീ ഒരു രാജ, നീ എന്റെ ജീവന്റെ ജീവൻ. ഓ, ആ വാക്കുകളിലെ ആ ഗുമ്മ നോക്കണം സാർ, ആ പ്രേമം നോക്കണം സാർ. ആ, ഓക്കെ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. അച്ഛാ, എന്താ മോളെ? അച്ഛനൊരു വിശേഷം അറിഞ്ഞോ? ഇല്ല. ഒരു ഹാപ്പി ന്യൂസ്. എന്ത് വിശേഷം? എന്ത് ഹാപ്പി ന്യൂസ്? ആനന്ദ് അങ്കിളൊന്നും വിളിച്ചില്ലേ? ഇല്ല. എന്താ മോളെ? ആ പൂജയില്ലേ, അവളെ എല്ലാരെയും ചതിക്കായിരുന്നു അച്ഛാ. അർജുൻ ഉൾപ്പെടെ എല്ലാവരെയും വഞ്ചിക്കുകയായിരുന്നു. എങ്ങനെ? അവക്ക് വേറൊരു ലവർ ഉണ്ട്, ഒരു സന്തോഷ്. സന്തോഷും അവളും വലിയ പ്രേമത്തിലാച്ച. അവളുടെ കള്ളത്തരം പിടിച്ചു. നാളെ അവളെ അവിടുന്ന് പറഞ്ഞു വിടും. ഇല്ല, അത് ഞാൻ വിശ്വസിക്കില്ല. ഒരിക്കലും ഞാനത് വിശ്വസിക്കില്ല. ആ കുട്ടിയെ കുറിച്ച് മറ്റെന്ത് വേണമെങ്കിലും മോള് പറഞ്ഞു, ഞാൻ സമ്മതിക്കാം. അച്ഛാ, ഇത് മഹാബോറ. കള്ളത്തരം ചെയ്തവളല്ല, അത് പറഞ്ഞ ആളാ കള്ളിന്നാണോ അച്ഛൻ സ്ഥാപിച്ചു വരുന്നേ? അയ്യോ മോളെ, അങ്ങനൊന്നും അല്ല. ചില ആൾക്കാരെ കുറിച്ച് ഒരു ഇമേജ് വളരെ പെട്ടെന്ന് നമ്മളുടെ മനസ്സിൽ കയറുമല്ലോ. ആ കുട്ടി ആദ്യമായിട്ട് കാണുന്നത് തന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഒരു ട്രാഫിക് പോയിന്റിൽ നിൽക്കുമ്പോഴാണ്. വിഘ്നേശ്വര, ആ ആളിനെ രക്ഷിക്കണേ, ഒന്നും വരുത്തല്ലേ. കുട്ടിയുടെ ആരെങ്കിലും ആണോ ആംബുലൻസിനകത്ത്? അല്ല സർ, ആരായാലും ജീവൻ ആപത്തൊന്നും വരുത്തല്ലെന്ന് പ്രാർത്ഥിച്ചത്. ഒരു ഗുരുത്വം ആ കുട്ടിയിൽ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ മോളുടെ അമ്മയുടെ അപകടം നടത്തിയ ഡ്രൈവർ പറഞ്ഞിട്ട് അച്ഛനെ കാണാൻ വന്നു. ആ കുട്ടിയോടൊപ്പം ഞാൻ ആശുപത്രിയിലും പോയി. പിന്നെ അതുപോലെ ചില സന്ദർഭങ്ങൾ, അതിൽ കൂടിയൊക്കെ ആ കുട്ടിയെ ഞാൻ ജഡ്ജ് ചെയ്തിട്ടുണ്ട്. ആ കുട്ടിയുടെ ക്യാരക്ടർ പെർഫെക്റ്റ്. ഈ പറയുന്നതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ആർക്കോ പറ്റിയിട്ടുണ്ട്. യഥാർത്ഥ അച്ഛൻ യഥാർത്ഥ മകളുടെ സ്വഭാവം വ്യക്തമായി പഠിച്ചിരിക്കുന്നു. എന്താ മോളെ ആലോചിക്കുന്നേ? ഒന്നുമില്ല, ഞാൻ ഇനി ഇതിനെപ്പറ്റി അച്ഛനോട് ഒന്നും പറയുന്നില്ല. നാളെ അവിടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിക്കും, അപ്പൊ അച്ഛൻ വിശ്വസിച്ചാ മതി. ആ മോളെ, അങ്ങനെ പിണങ്ങി പോവാതെ
ഏയ് എനിക്കങ്ങനെ പിണക്കമൊന്നുമില്ല. മോളെ, ഞാൻ മോക്കൊരു ഉപദേശം തരട്ടെ. എന്താ അച്ഛാ? എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കണം, മറ്റുള്ളവരോട് സഹതാപം കാണിക്കണം. അത് നമുക്ക് നല്ലതേ വരുത്തൂ. മോളുടെ അമ്മയും അങ്ങനെയായിരുന്നു. എപ്പോഴും പോസിറ്റീവ് മാത്രമേ അവൾ ചിന്തിക്കത്തുള്ളായിരുന്നു. ശരി അച്ഛാ. പോസിറ്റീവ്. തന്റെ മകളെ നാളെ ആ വീടിന് പുറത്താ. എനിക്ക് ഈ കരാറിന് സമ്മതമാണ്. ഇനി ഏതാനും മണിക്കൂറുകൾ കൂടി, അത് കഴിഞ്ഞ രണ്ടുപേരും രണ്ടിടത്ത്. സന്തോഷേട്ടൻ നാളെ ഇവിടെ വരും. എന്നെ കൊണ്ടുപോകും. ഞാൻ പോവാണ് സർ. സന്തോഷേട്ടന്റെ കൂടെ പോവാം. ഞാനും നിന്നെ അപ്സെറ്റ് ആവുന്നു. അതാ എനിക്ക് മനസ്സിലാവാത്ത. അവളുടെ ആഗ്രഹങ്ങൾ നടന്നു കാണുമ്പോൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? നാളെ എപ്പോഴായിരിക്കും സന്തോഷം വരുന്നത്? ആളെങ്ങനെയിരിക്കും? നല്ല മിടുക്കനായിരിക്കും, ഉറപ്പാ. പാവം, ഉറക്കമില്ലാതെ തെക്ക് വടക്ക് നടക്കുക. ഓരോന്ന് പറഞ്ഞ് എന്നെ വിഷമിപ്പിച്ചതല്ലേ? ഉറക്കമില്ലാതെ കുറെ നടക്കട്ടെ. എന്തായാലും ഒന്ന് ഞെട്ടിക്കാം. സർ, എന്താ? അല്ല സാർ ഉറങ്ങുന്നില്ലേ? ബാത്റൂമിൽ പോകാൻ എഴുന്നേറ്റ്. ഓ, ഞാൻ കരുതി സാറിന് സന്തോഷം സഹിക്കാൻ പറ്റാതെ എണീറ്റ് തെക്ക് വടക്ക് നടക്കുകയാണെന്ന്.
എന്തിനാ സന്തോഷം? ഞാൻ നാളെ പോവല്ലേ, എന്നെ കൊണ്ടുള്ള ശല്യം ഒഴിഞ്ഞതിന്റെ സന്തോഷം. എന്തായാലും സാർ കിടക്കണം, നാളെ ഒക്കെ ശരിയാവും. അതോ ഇനി മറ്റേ മുഖർജിയുടെ കാര്യം ഓർത്തിട്ടാണോ ഈ നടക്കുന്നത്? അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ഞാൻ നാളെ സന്തോഷന്റെ അടുത്തൊന്ന് മേടിച്ചുതരാം. എനിക്ക് മുഖർജിയെ കുറിച്ചും ബാനർജിയെ കുറിച്ചും ഒന്നും അറിയണ്ട. ബാനർജി അല്ല സാർ, ചാറ്റർജി. ഒന്നുകിൽ മുഖർജി അല്ലെങ്കിൽ ചാറ്റർജി, അല്ലാതെ ബാനർജി അല്ല, അത് ഉറപ്പാ. മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കി പോയി, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ സന്തോഷേട്ടനെ വിളിച്ച് ചോദിക്കായിരുന്നു. ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് കിടക്ക് സാറ്. ഓ, ശരിക്കുള്ള ഗുഡ് നൈറ്റ് നേരത്തെ പറഞ്ഞല്ലോ. അതുമല്ല, ഇതിപ്പം നേരം വെളുക്കാറുമായി. ഗുഡ് മോർണിംഗ് ഞാൻ പറയേണ്ടിയിരുന്നെ. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ദേവി, മഹാമായി, ഈ വീട്ടിലെ എന്റെ നിർണായകമായ ദിവസം ഇന്ന് അഗ്നിപരീക്ഷണ ദിവസം. സത്യങ്ങളെല്ലാം പുറത്തു വരുമ്പോ ദേവി കൂടെ ഉണ്ടാവണം. കുറച്ചു ദിവസമെങ്കിലും ഈ നല്ല വീട്ടിൽ നല്ല ആൾക്കാരോടൊപ്പം കഴിയാൻ അവസരം കിട്ടിയതിൽ ഞാൻ ദേവിയോടും ഈ വീട്ടിലെ എല്ലാവരോടും നന്ദി പറയുന്നു. ആ സന്തോഷ് വരാറായോ? അയാള് വരാതിരുന്നെങ്കിൽ, അല്ല, എന്തിനാ വരാതിരിക്കുന്നു? അവൾക്ക് അവനോടൊപ്പമുള്ള ജീവിതമാണ് ഇഷ്ടമെങ്കിൽ അതായിക്കോട്ടെ. എന്നോടൊപ്പം എന്തായാലും 1 വർഷത്തിൽ കൂടുതലില്ല. അപ്പൊ പിന്നെ അവൾക്ക് ഇഷ്ടമുള്ള ആളിനോടൊപ്പം തന്നെ ജീവിക്കട്ടെ. എന്റെ ദൈവമേ, എന്റെ അർജുൻ സാറിന് ഭാവിയിൽ നല്ല നല്ല കേസുകൾ കൊടുക്കണേ, നല്ല ഫീസും വാങ്ങിക്കൊടുക്കണേ, ജീവിതത്തിൽ നല്ലൊരു ഭാര്യയും ഒരുപാട് കുഞ്ഞുങ്ങളെയൊക്കെ കൊടുത്തേക്കണമേ. അതെ, സാർ എന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന ദിവസം ആദ്യം ചെയ്തത് ദേവിക്ക് കർപ്പൂരം കത്തിക്കല. ഇവിടുന്ന് എന്നെ പറഞ്ഞു വിടുന്ന ദിവസവും ദേവിയെ പൂജിച്ചിട്ട് പോവാന്ന് കരുതി.
ദൈവത്തെ വിട്ട് നമുക്കൊരു കളിയുമില്ല. സാറെന്താ ആകെ ഒരു ഡള്ള്? ഏയ് എന്തിട്ടല്ലോ ഒന്നുമില്ല. ഹാപ്പിയാണല്ലോ. ഈ ശല്യം ഒഴിഞ്ഞോന്ന് വെച്ചിട്ട്. ആര് വരുന്നതും പോകുന്നതും ഒന്നും എനിക്ക് പ്രശ്നമല്ല. ഞാൻ എപ്പോഴും ഹാപ്പിയാ. അത് ചുമ്മാ മുഖത്തൊരു വാട്ടമുണ്ട്. ഓ, ദേഷ്യം വരുമ്പോ തട്ടിക്കയറാനുള്ള ആള് പോകുന്നതിന്റെ വാട്ടമായിരിക്കും അല്ലേ? സാരില്ല, സാറ് വിചാരിച്ച 1 അല്ല 9 കോൺട്രാക്ട് ഭാര്യമാരെ കിട്ടും. ആ, എന്തായാലും ഞാൻ താഴോട്ട് ചെല്ലട്ടെ. ചില ഒരുക്കങ്ങളൊക്കെ ഉണ്ട്. എന്റെ സന്തോഷേട്ടൻ വരാൻ സമയമായി. ശ്ശോ. പൂജ. എന്താ സർ? ഏയ് ഒന്നുമില്ല. അപ്പോ പോകാൻ തീരുമാനിച്ചു അല്ലേ? ആ, ഇതാ ഇപ്പൊ നന്നായേ. വെളുക്കം വരെ രാമായണം കേട്ട ആള് ചോദിക്കുന്നത് കേട്ടില്ലേ, രാമായണം എഴുതിയത് വാൽമീകിയാണോ എന്ന്. സർ, ഞാൻ എന്തായാലും പോകുന്നു. പിന്നെ എന്റെ സന്തോഷേട്ടൻ വിളിച്ച പോവാതിരിക്കാൻ പറ്റില്ല സർ. ഞങ്ങളുണ്ടല്ലോ, 2 ശരീരവും ഒരു മനസ്സുവാ. അല്ല എന്താ സർ? അല്ല ഇവിടെ എന്നെ അല്ല ഞങ്ങളൊക്കെ ഇടയ്ക്കെങ്കിലും ഓർക്കൂ. സർ, ഞാൻ കള്ളം പറയാൻ ശീലിച്ചിട്ടില്ലെന്ന് സാറിന് അറിയാലോ. അതുകൊണ്ട് ഉള്ളത് പറയാം. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഓർമ്മിക്കാൻ എനിക്ക് തീരെ സമയം കിട്ടും തോന്നുന്നില്ല. പറഞ്ഞില്ലേ, ആദ്യം ഒരു വേൾഡ് ടൂറാ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഹൃദയേശ്വരനോത്ത് സ്വിറ്റ്സർലൻഡിലെ ആപ്പിൾ തോട്ടങ്ങളിലൂടെ ഇങ്ങനെ നടക്കുമ്പോ അഡ്വക്കേറ്റ് അർജുനെ കുറിച്ച് ഓർക്കാൻ പറ്റുമോ? ഇവിടെയുള്ള ആരെങ്കിലും ഓർക്കാൻ സമയം കിട്ടുമോ? പറഞ്ഞില്ലേ, മിക്കവാറും ഞങ്ങൾ സ്റ്റേറ്റ്സിലായിരിക്കും സെറ്റിൽ ചെയ്യുന്നത്. സാറ് അമേരിക്ക വഴി എങ്ങാനും പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ വിളിക്കണം. അവിടുത്തെ നമ്പർ ഞാൻ സാറിന് തരാം. എന്റെ വീട്ടിൽ വന്ന് ഒരു ചായ കുടിച്ചിട്ട് വേണം സാറ് പോവാൻ. അപ്പോ ഞാൻ താഴേക്ക് ചെല്ലട്ടെ സർ?